ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്യുമല്ലോ ഇതില് ഈ ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു ചതി എന്താണെന്ന് വെച്ചാൽ ആളുകൾക്ക് അറിയാത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഗെറ്റ് റെഡി വിത്ത് മീന് മുമ്പും അവരൊന്ന് ഗെറ്റ് റെഡി ആയിട്ടുണ്ടാവും കുറെ ആളുകൾ. എന്നിട്ടാ പിന്നെ നമ്മൾ കാണുന്ന ഗെറ്റ് റെഡി വിത്ത് മീലേക്ക് എത്തുന്നത്. പക്ഷെ ആര്യയുടെ ഗെറ്റ് റെഡി വിത്ത് മീൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ശരിക്കും ഗെറ്റ് റെഡി ആവാണ്ട് ഗെറ്റ് റെഡി ആവുന്ന അല്ല, അങ്ങനെ അതായത് നോ മേക്കപ്പ് ലുക്കിനും ഒരു മേക്കപ്പ് ഇടുന്ന ആളുകളുണ്ടല്ലോ, മനസ്സിലായോ? അത് അങ്ങനെ ചെയ്യണം തന്നെ വിചാരിച്ചത്. അതായത് ആര്യയുടെ കുഴിവുള്ള കണ്ണുകളോ അല്ലെങ്കിൽ ചുളിവുകളോ മൂക്കുരുകളോ പാടുകളോ ഒക്കെ ഞങ്ങൾക്ക് കാണാം. അതിനുശേഷമാണ് ഈ പറഞ്ഞ ഫ്ലാഷി കട്ട് വരുന്നത്. അത് അങ്ങനെ ചെയ്യണം എന്ന് എന്താ തോന്നിയത്? സത്യസന്ധമായി പറഞ്ഞാൽ എനിക്ക് മടിയാണ്. ഞാന് അതായത് എന്റെ കയ്യിൽ ഈ മറ്റേ ട്രൈപോഡും സാധനങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് വേണമെങ്കിൽ ഇതൊക്കെ എവിടെയെങ്കിലും കുത്തി വെച്ച് ആദ്യമേ സെറ്റ് ചെയ്ത് ഓൺ ചെയ്ത് വെച്ചിട്ട് പോയി പൊതിച്ചു കൊണ്ടിട്ട് രാവിലെ ഉറക്കണിക്കുന്ന ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഇത്രയും മെനക്കെടണ്ടേ ഇത് കൊണ്ടുപോയി കുത്തി വെച്ച്? ബേസിക് കാര്യം മടിയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇത്രയും ഞാൻ എന്തിന് എന്ന് വെച്ചാൽ ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് പറഞ്ഞാൽ ഞാൻ മേക്കപ്പ് ഇടുന്നതിന് മുമ്പ് ഞാൻ നൈറ്റ് ഇട്ട് തലയൊക്കെ വാരി കെട്ടി ഇങ്ങനെയാണ് ഞാൻ മേക്കപ്പ് അല്ലെങ്കിൽ ഒരു പരിപാടിക്ക് മുന്നേ ഒരുങ്ങാൻ തുടങ്ങുന്നത്. ഇങ്ങനെയാണ് നമ്മളത് ചെയ്യുമ്പോൾ അത് ജെന്യുവനായിട്ട് ചെയ്യുന്നതല്ലേ. പിന്നെ എനിക്ക് സ്റ്റാൻഡിൽ കുത്തി വെക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ കയ്യമ്മയെ പിടിച്ചിട്ട് തന്നെയാണ് അതെല്ലാ പരിപാടിയും ചെയ്യുന്നത്. ഞാൻ ഇതിന്റെ ആംഗിൾ ബ്യൂട്ടിയോ സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ ബാക്ക്ഗ്രൗണ്ട് പോലും നോക്കാറില്ല. ചിലപ്പോ എന്റെ കിടക്കുന്ന കട്ടില് ഷീറ്റൊക്കെ ഉടഞ്ഞ് വലഞ്ഞ് കോല കിടക്കുന്നതൊക്കെ ആയിരിക്കും ചിലപ്പോ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വരുന്നത്. പിന്നീട് എന്റെ ഫ്രണ്ട്സ് ചോദിക്കുക കട്ടിൽ കിടക്കുന്ന ഷീറ്റയിൽ ഒന്ന് മടക്കി വെച്ചിട്ട് ഇതൊക്കെ ചെയ്തുകൂടെ എന്ന് ചോദിച്ചിട്ടുണ്ട് ആൾക്കാർ. ഞാൻ പറഞ്ഞില്ല, അതാ ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കുന്ന ആളല്ല. എനിക്കപ്പോൾ ചെയ്യണമെന്നൊന്നും ഞാൻ ചെയ്യും, ഇതാണ് സത്യം. അല്ല ഈ ഇൻസ്റ്റാഗ്രാം ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എസ്തെറ്റിക്സ് ഉണ്ടല്ലോ. ഉണ്ട്. അല്ല എനിക്ക് അത് അങ്ങനെയുള്ള കുറെ അക്കൗണ്ട്സ് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. എനിക്ക് ഇഷ്ടമാണ് ലൈക്ക് എസ്തെറ്റിക് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന കളർ പാലറ്റ് വെച്ച് ചെയ്യുന്നു, ഭയങ്കര നീറ്റ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാര് ഞാൻ കണ്ടിട്ടുണ്ട്. മോർണിംഗ് റുട്ടീൻ ഒക്കെ ചെയ്യുന്ന ആൾക്കാർ. അതാണ് ഞാൻ ഇപ്പൊ കാണിച്ചത്. രാവിലെ ബെഡിൽ നിന്ന് ഇങ്ങനെ എണീറ്റ് വരുന്ന. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും, ബെഡിൽ നിന്ന് ഇവരെ എണീറ്റ് വരണമെങ്കിൽ ക്യാമറ നമ്മളിപ്പോ ഈ ഫീൽഡിലുള്ള ആൾക്കാർ നമുക്ക് ആംഗിള് സെറ്റ് ചെയ്യുന്ന നമുക്കറിയാലോ ഏത് ആംഗിളിലായിരിക്കും സെറ്റ്. അപ്പൊ ഞാൻ ക്യാമറ എന്തപ്പോ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഇവര് പൊതിച്ചിട്ടല്ലേ പിന്നെ എണീറ്റ് വരുന്നതൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. പക്ഷേ ആ വീഡിയോസ് കാണാൻ ഒരു സുഖമാണ്. ഈ പറഞ്ഞ പോലെ എസ്തെറ്റിക്സ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. എന്നിട്ട് അവരിങ്ങനെ ക്രോസ് ചെയ്ത് നടന്നു പോകുന്നു. അടുത്ത കട്ട് വരുന്നത് കിച്ചണിൽ അവര് കോഫി കെറ്റിലിന്റെ അടുത്തേക്ക് പോകുന്നതാണ്. അപ്പൊ ഞാൻ ആലോചിക്കും, ഇതിനു മുമ്പ് കിച്ചണിൽ വന്ന് ഈ ട്രൈപോഡ് ഈ ആംഗിളിൽ നോക്കി സെറ്റ് ചെയ്ത് വെച്ചാലേ കറക്റ്റ് അവര് കെറ്റിലിന്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോ ഈ സാധനം കിട്ടുള്ളൂ. ഞാൻ ഇതൊക്കെ ചിന്തിക്കാറുണ്ട്. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ ഇവരോട് അസൂയം തോന്നാറുണ്ട്. എന്തോരം മെനക്കെട്ടിട്ട് അവരത് ചെയ്യണമെന്ന് ആക്ച്വലി സ്പീക്കിംഗ് അല്ലേ. എനിക്ക് അത് അവർ അപ്രിഷിയേറ്റ് ചെയ്തേ പറ്റൂ. അങ്ങനെ എസ്തെറ്റിക് ആയിട്ടൊക്കെ ഓരോന്ന് ചെയ്ത് വ്യൂസ് ഒക്കെ കിട്ടി അക്കൗണ്ടിന് റീച്ച് ഉണ്ടാകുന്ന ആൾക്കാരോട് എനിക്ക് ഭയങ്കര ബഹുമാനമുണ്ട്. ഇത്രയും അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത്. ഈ പണ്ട് ഈ ചെന്നൈ സിൽക്സിനും ബാക്കിയുള്ള ഇതിനൊക്കെ ആഡിനൊക്കെ മോഡലായിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയിട്ട് ഇത് അയക്കുകയാണല്ലോ. പിന്നെ അവിടെ നിന്ന് ഒരു റിപ്ലൈ വരണം. ഇന്ന് കാര്യങ്ങൾ ഭയങ്കര ഇപ്പൊ കാഞ്ചീപുരത്തിന് ഒരു ആഡ് വേണമെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു പോസ്റ്റ് ഇട്ടാൽ തന്നെ എത്രയോ കുട്ടികൾ അതിലേക്ക് വരും. കാര്യങ്ങൾ എളുപ്പമായി. അല്ലെങ്കിൽ കുറെ ഇപ്പൊ ഞാൻ അന്ന് എൻ്റെ സ്റ്റാർട്ടിങ് അവസ്ഥേനൊക്കെ വെച്ചിട്ട് ഇന്ന് കുറെ കൂടി ഈസിയാണ് ഇപ്പോഴത്തെ ജനറേഷന്. അങ്ങനെ തോന്നുന്നുണ്ടോ? അതോ ഇപ്പോഴത്തെ ജനറേഷന് ഓപ്ഷൻസ് കൂടിയതിന്റെ ഒരു സ്ട്രഗിളും ഉണ്ടല്ലോ. ഇതിനെങ്ങനെയാ കാണുന്നത്? ഇല്ല, അത് നല്ലതല്ലേ. ബിക്കോസ് കാലം പോകും തോറും കാര്യങ്ങൾ ഡെവലപ്പായി വന്നുകൊണ്ടിരിക്കുക. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇപ്പൊ എന്താ വെച്ചാല് നമ്മളുടെ വീടുകളിൽ എത്ര പേരുടെ വീട്ടിൽ ഇപ്പൊ ടി വി കാണുന്നുണ്ട്? എന്റെ വീട്ടിലൊന്നും ടി വി ഇല്ല, ആസ് ഇൻ ചാനൽസ് ഇല്ല. പണ്ടൊക്കെ നമ്മുടെ ഒരു എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ നമുക്കൊരു എന്റർടൈൻമെന്റ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ടെലിവിഷനാണ്. ചാനലുകൾ ഏഷ്യാനെറ്റ്, സൂര്യ, കൈരളി, മനോരമ, ദൂരദർശൻ, അങ്ങനെ അമൃത, ജീവൻ, റോസ് ബൗൾ, ACV, എത്ര ചാനലാണ്. ചാനൽസ് ഏഷ്യാനെറ്റ് പ്ലസ്, മറ്റേത് കൈരളി വി, അങ്ങനെ എത്ര ചാനൽസ് ആണ്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒന്നും വീട്ടിൽ കേബിൾ ഇല്ല, ചാനൽസ് കാണുന്നില്ല. ഇന്ന് നമ്മൾ കംപ്ലീറ്റ്ലി OTT ആയി അല്ലേ. ഇപ്പൊ ചാനലിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന റിയാലിറ്റി ഷോസ് വരെ നെക്സ്റ്റ് ഡേ OTT എപ്പിസോഡ്സ് അപ്ലോഡ് ആവുകയാണ്. അപ്പം നമുക്ക് കൂടുതൽ കൺവീനിയൻറ്റ് OTT ആണ്. ബിക്കോസ് നമുക്ക് ഫോണിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തിടാം, അതിന്ന് കാണാം. സോ ഇപ്പോൾ ടെക്നോളജി വളരും തോറും കുറച്ചും കൂടി
കാര്യങ്ങൾ ഈസിയർ ആയിക്കൊണ്ടിരിക്കണം. അതുപോലെ തന്നെ മീഡിയ അതനുസരിച്ച് മാറുന്നുമുണ്ട്. മീഡിയ ഇസ് നോട്ട് സ്റ്റക്ക്. ഇപ്പൊ ആകപ്പാടെ എനിക്ക് തോന്നുന്നു ചാനൽസിന് വേണ്ടിയിട്ട് ടെലികാസ്റ്റിന് വേണ്ടിയിട്ട് എല്ലാ ചാനൽസും ചെയ്യുന്നത് സീരിയൽസ് മാത്രമേ ഉള്ളൂ. മറ്റേ ഈ റിയാലിറ്റി ഷോസ് അല്ലെങ്കിൽ പ്രൈം ടൈം ഷോസ് ഒക്കെ ഉണ്ട്. എത്രയോ പാട്ട് പരിപാടികൾ, ഡാൻസ് പരിപാടികൾ, കുക്കിംഗ് ഷോസ് ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ചാനലുകളാണ് ഇതൊക്കെ. അതെ, അതെല്ലാം കുറഞ്ഞു. ഇപ്പൊ ലിറ്ററലി ഇല്ലാന്ന് തന്നെ പറയാം. എല്ലാ ചാനൽസും അവരുടെ ഇങ്ങനെയുള്ള സാധനങ്ങൾ, അതായത് നോൺ ഫിക്ഷൻസ് എല്ലാം കട്ട് ചെയ്തു. ഇപ്പം ഹാർഡ്ലി 1-2 റിയാലിറ്റി ഷോസ് മാത്രമേ എല്ലാ ചാനലും റൺ ചെയ്യുന്നുള്ളൂ അല്ലേ? എല്ലാം ഇപ്പോ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആയി, യൂട്യൂബായി, ഫേസ്ബുക്കായി, അല്ലെങ്കിൽ ഇതുപോലുള്ള OTT പ്ലാറ്റ്ഫോംസ് ആയി. സോ കുറച്ചും കൂടി കൺവീനിയൻസ് കൂടി, അതായത് നമുക്ക് കയ്യിൽ കൊണ്ട് നടക്കാം ഈ സാധനങ്ങളെല്ലാം അല്ലെ? ടിവിയും കൊണ്ട് നമുക്ക് നടക്കാൻ പറ്റില്ല, ബട്ട് ഫോണും കൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യുന്ന സ്ഥലത്ത് നമുക്കിത് കണ്ടുകൊണ്ടിരിക്കാം. ട്രെയിനിലാണെങ്കിലും നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. സോ കുറച്ചും കൂടി ഈസിലി ആക്സസിബിൾ ആണ് ആൾക്കാർക്ക് ഇപ്പോൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു, ആൻഡ് പ്ലാറ്റ്ഫോംസ്, എത്ര പ്ലാറ്റ്ഫോംസ് ആണ്. ഞാനൊക്കെ 17 വർഷം മുമ്പ് മോഡലിംഗിൽ തുടങ്ങിയതാണ് എൻ്റെ കരിയർ. അന്ന് ഈ പറയുന്ന പോലെ നമുക്ക് ഈ പറയുന്ന പോലെ പോർട്ട്ഫോളിയോ, പിന്നെ ഏതെങ്കിലുമൊക്കെ അഡ്വർടൈസ്മെന്റ്സിൽ നമ്മുടെ മുഖം ഒന്ന് വന്നാൽ ഓക്കെ, ആ കുട്ടി കൊള്ളാലോ, ഇതിനെ വിളിക്കാം എന്ന് പറഞ്ഞ് അടുത്ത അഡ്വർടൈസ്മെന്റിന് നമ്മൾ വിളിക്കുന്നു. ഇന്ന് അങ്ങനെയല്ലല്ലോ. ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ സിനിമയിലാണെങ്കിൽ പോലും നമ്മൾ കാണുന്നത് സോഷ്യൽ മീഡിയയിൽ ഹിറ്റായിട്ട് നിൽക്കുന്ന ആൾക്കാർ അങ്ങനെയാണ്. ഇറ്റ്സ് മച്ച് മോർ ഈസിയർ അല്ലേ? ഇപ്പൊ നമ്മുടെ ടാലൻസ് ഷോക്കേസ് ചെയ്യാൻ കുറച്ചും കൂടി ഈസിയർ പ്ലാറ്റ്ഫോംസ് നമുക്ക് കിട്ടി എന്നുള്ളതാണ്. സോ നല്ലതാണ്. ഇറ്റ് ഈസ് വെരി നൈസ് ആക്ച്വലി. ഇപ്പൊ അതുമായിട്ട് തന്നെ ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഈ സോഷ്യൽ മീഡിയ തന്നെ. ഇപ്പം നിങ്ങൾ സെലിബ്രിറ്റീസ് ഒരു ഉദ്ഘാടനത്തിന് പോകുന്നു, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പോകുന്നു, തിയേറ്റർ വിസിറ്റിന് പോകുന്നു, നിങ്ങൾ ഫോളോ ചെയ്തിട്ട് ഒരുപാട് ഓൺലൈൻ മീഡിയകളും വരുന്നുണ്ട്. ആൻഡ് ഇത് 2 വശങ്ങളാണ് ഇതിന് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, ഇത് പലപ്പോഴും PR കമ്പനീസും അതെന്താ ആരാണോ PR ചെയ്യുന്ന അവരൊക്കെ അസോസിയേറ്റ് ചെയ്തിട്ട് അവർ വിളിച്ചിട്ടാണ്. അല്ലെങ്കിൽ ഒരുപാട് റീച്ചുള്ള ഇൻസ്റ്റാഗ്രാം പേജസും ഫേസ്ബുക്ക് പേജസ് ഒക്കെയാണ് നിങ്ങളെ ഫോളോ ചെയ്തിട്ടൊക്കെ വരുന്നത്. അതൊന്നാമത്തെ കാര്യം. 2, അവർ റീച്ചിന് വേണ്ടിയിട്ട്, അതായത് അവരുടെ ക്യാപ്ഷന് വേണ്ടിയിട്ട്. ഇപ്പൊ ആര്യ കാർ ഓടിച്ചിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അവിടെ നിന്ന് വരുന്ന ചോദ്യം, ആര്യ ഒറ്റയ്ക്കാണോ കാർ ഓടിച്ചിട്ട് വരുന്നതെന്നായിരിക്കും. മനസ്സിലായ? അപ്പൊ ആര്യ എന്തെങ്കിലുമൊക്കെ പറയും, അതായിരിക്കും അവിടുത്തെ ഒരു ക്ലിക്ക് ബൈറ്റ് അല്ലെങ്കിൽ അതിന്റെ ഒരു പോയിന്റ്. ഈ ഒരു കാര്യം ഉണ്ടല്ലോ, അതായത് പണ്ടത്തതിനേക്കാളും കുറച്ചുകൂടി കോൺഷ്യസ് ആയിരിക്കണം നിങ്ങൾ. എന്തെങ്കിലും ഒരു കമന്റ് പറയുമ്പോ എന്താ ഉണ്ടാവാന്നറിയില്ല. ഈ ഒരു അവസ്ഥനെ എങ്ങനെയാ നോക്കി കാണുന്നത്? അത് സത്യം പറഞ്ഞാൽ ഭയങ്കര മോശം അവസ്ഥ, പറയാതിരിക്കാൻ പറ്റില്ല. അതായത് ഇവരെ എപ്പോ എവിടെ നിന്ന് എങ്ങനെ പൊട്ടി വീഴും നമുക്കറിയില്ല. അത് ഒന്നാമത്തെ കാര്യം. അതായത് ഞാൻ എൻ്റെ കാര്യം തന്നെ പറയാം. വളരെ റീസെന്റ് ഞാൻ ഒരു ഇനോഗ്രേഷന് പോയിട്ടുണ്ടായിരുന്നു. അത് ഒരിടത്തും അങ്ങനെ അനൗൺസ് ഒന്നും ചെയ്തില്ല. ഞാൻ പോലും ഇൻസ്റ്റയിൽ പോസ്റ്റർ ഷെയർ ചെയ്തോന്ന് എനിക്ക് ഓർമ്മയില്ല. അതായത് ഒരു ലാസ്റ്റ് മിനിറ്റിൽ എനിക്ക് ഫുള്ള് എല്ലാം കൺഫേം ആയ ഒരു ഇനോഗ്രേഷൻ ആണ്. അതും കാക്കനാട്, എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് ഇരുമ്പനം അങ്ങനെ എന്തോ ആയിരുന്നു അവിടെ ഒരു ഇനോഗ്രേഷൻ. ഞാനും അജുചേട്ടനും കൂടെ ആയിരുന്നു ഇനോഗ്രേഷൻ ചെയ്തത്. ചെറിയൊരു ഷോപ്പാട്ടോ, ചെറിയൊരു ഷോപ്പിൻ്റെ ഇനോഗ്രേഷൻ. എനിക്കറിയില്ല ഇവരെങ്ങനെ കണ്ടുപിടിച്ച് അവിടെ എങ്ങനെ എത്തിയെന്ന്. അത് എനിക്ക് ഭയങ്കര അത്ഭുതമായിപ്പോൾ. ഞാൻ നോക്കിയപ്പോൾ കുറേ പേര്, 4-5 മീഡിയ ഉണ്ട്. ഇവരെല്ലാവരും വരുന്നു ആൻഡ് ഫുൾ ടൈം ഇവര്. ആൻഡ് ഏറ്റവും കോൺഷ്യസ് ആവേണ്ട കാര്യം, ഒന്ന് നമ്മൾ പറയുന്ന കാര്യം, 2 ഡ്രസ്സ് എന്തിടുന്നു, എവിടെ നിന്ന് ഇടുന്നു, ഏത് ആംഗിളിൽ നിന്ന് ഇവര് വീഡിയോ. സത്യം പറഞ്ഞാൽ എനിക്കതൊക്കെ ഭയങ്കര ടെൻഷനുള്ള കാര്യങ്ങളാണ് ഫോർ ഷുവർ. എന്ന് വെച്ചാൽ നമ്മൾ കാണുന്നുണ്ടല്ലോ കുറെ വീഡിയോസ്, കുറെ ഇനോഗ്രേഷൻ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഇപ്പം നമ്മൾ ഏറ്റവും നമ്മുടെ കൾച്ചറിന് ഏറ്റവും സൂട്ടബിൾ എന്ന് പറയപ്പെടുന്ന വസ്ത്രം സാരിയാണ്. ആ സാരിയിൽ പോലും ചിലപ്പോൾ ചില വീഡിയോസ് ഒക്കെ കണ്ട് നമ്മളിങ്ങനെ ഈശ്വര ഈ ആംഗിളിൻ്റെ അടുത്ത് എങ്ങനെ ഇരിക്കും അല്ലേ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. സത്യമായിട്ടും ചിന്തിച്ചിട്ടുണ്ട്. പലരും റെഗുലറായിട്ട് ഉദ്ഘാടനങ്ങൾ ചെയ്യുന്ന പലരും ഇങ്ങനെ ഇതൊരു കൺസേൺ ആയിട്ട് പറഞ്ഞും കേട്ടിട്ടുണ്ട്. ഞാൻ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ തന്നെയാണല്ലോ, ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരാണ്. അവരിതുപോലെ ഇരുന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. സാരി എടുത്തിട്ട് പോയതാ, പക്ഷെ ആ ആംഗിളിൽ അവരെടുത്തിട്ടിരിക്കുന്ന വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞ വിഷമമായി പോയി. അതെന്തിനാ അങ്ങനെ ചെയ്തതെന്ന് അറിയില്ല. അപ്പൊ അതൊരു വലിയൊരു എന്താ പറയാ, അതൊരു ഡ്രോബാക്ക് അല്ലേ. ലൈക്ക് നമുക്കൊരു പ്ലാറ്റ്ഫോം കിട്ടുന്നു, നമുക്കത് എങ്ങനെയൊക്കെ പോസിറ്റീവായിട്ട് യൂസ് ചെയ്യാം. പക്ഷെ മറിച്ച് അത് ഇങ്ങനെ വരുമ്പോൾ ഇത് കാണുന്ന ആൾക്കാർക്ക് അറിയില്ലല്ലോ ഇത് ഈ ആംഗിളിൽ എടുത്തത് കൊണ്ടാണ് ഇങ്ങനെ വന്നത്, അല്ലെങ്കിൽ അവരങ്ങനെ എടുത്തത് കൊണ്ടാണ് അത് അങ്ങനെ വന്നത്.
അവർക്കൊരു ഓപ്ഷൻ ഉണ്ട്, അത് പോസ്റ്റ് ചെയ്യാതിരിക്കാം. പക്ഷെ അതവര് ചെയ്യുന്നില്ലല്ലോ, പോസ്റ്റ് ചെയ്യുന്നില്ലേ. പക്ഷെ ചീത്ത കേൾക്കുന്ന മുഴുവനും ആ ആർട്ടിസ്റ്റിനായിരിക്കും മിക്കവാറും. എല്ലാരും അല്ലേ ആ കമന്റ്സിൽ ആരും എന്തിനാ ഇയാൾ ഈ വീഡിയോ ഈ ചാനലിൽ ഇട്ടതെന്ന് ആരും ചോദിക്കില്ല അല്ലേ. എല്ലാരും ഇവക്ക് മെനക്ക് തുണി കൊടുത്തോണം നടന്നൂടെ എന്നല്ലേ ചോദിക്കുള്ളൂ. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ, അത് ഭയങ്കര ഒരു പേടിയാ ശരിക്കും പറഞ്ഞാൽ. നമ്മൾ എപ്പോഴും ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും. നമുക്ക് ഒരു കംഫർട്ട് സോണിൽ നിന്നിട്ട് ഒന്നും ചെയ്യാൻ. അതായത് ഇപ്പൊ എസ്തെറ്റിക് ആയിട്ട് ഇപ്പൊ നമ്മുടെ ക്ലീവേജോ അല്ലെങ്കിൽ നമ്മുടെ നേവലോ കാണിച്ചിട്ട് നമ്മൾ ഫോട്ടോഷൂട്ട് നടത്തുന്നു. അവിടെ നമ്മൾ സെക്യൂർഡ് ആണ്, നമ്മൾ കംഫർട്ട് ആണ്. ഇതിനെ നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ ഔട്ട് പുറത്തേക്ക് വിടുന്നത് നമുക്ക് ധാരണയുണ്ട്. മറ്റേത് അതില്ലല്ലോ. നമ്മൾ നോക്കി അത് അപ്രൂവ് ചെയ്തിട്ടേ, അല്ലെങ്കിൽ അത് ഓക്കെ ഇത് വന്നാൽ നമുക്ക് കുഴപ്പമുണ്ടാവില്ല എന്നുള്ളത് നമുക്കറിയാം, എന്നിട്ടല്ലേ അത് പുറത്തേക്ക് വരുള്ളൂ. പിന്നെ അതിലും കോൺസിക്വൻസസ് വരാനുണ്ട്. ബട്ട് അറ്റ്ലീസ്റ്റ് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കും അല്ലേ, നമുക്കറിയാം ഇത് ഇങ്ങനെയൊക്കെ വരും എന്നുള്ളത്. ഇത് പക്ഷെ അങ്ങനെയല്ലല്ലോ. ഇത് നമ്മൾ ഓർക്കാപ്പുറത്ത് കിട്ടുന്ന അടിയായിരുന്നു. അങ്ങനത്തെ അവസ്ഥകളാണ് ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ അതൊരു വലിയ മേജർ കൺസേൺ ആണ്.